Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. അമ്മ ടീച്ചറിന്റെ മോളാണ്, ഫസ്റ്റ് ബെഞ്ചറാണ്, ഞാൻ ബാക്ക് ബെഞ്ച്. അതെ, നമ്മൾ ആരുടെ മോളായിട്ട് വരും? ഞാൻ ആ കാര്യത്തിൽ എന്റെ അച്ഛന്റെ മോളായിട്ട് വരും. അമ്മ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, ചക്കിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൊത്തം അവിടെ പറഞ്ഞു തീർത്തിട്ടേ ചക്കി അങ്ങ് എഴുന്നേറ്റ് പോകത്തുള്ളൂ. ബാക്കി എല്ലാരും മിണ്ടാതെ കേട്ടോളൂ. ഞാൻ ഗ്യാപ്പ് കൊടുക്കാറില്ല. അമ്മയെ പറ്റിച്ചിട്ട് വേറെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ ഉണ്ടല്ലേ? പാവം അമ്മ വല്ല അറിയുന്നുണ്ടോ? ഇവിടെ അറിയട്ടെ, കുഴപ്പമില്ല. പിന്നെ വേറൊരു കഥ കേട്ടെന്താ വെച്ച് കഴിഞ്ഞാല്, അത് ജയറാമേട്ടൻ തന്നെ പറഞ്ഞത്. എന്നാ പുളുവായിരിക്കും, മൊത്തം പുളുവായിരിക്കും. അല്ല, അതിൽ അപ്പ പറഞ്ഞ ഐറണി എന്താണെന്ന് അറിയോ? എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. അപ്പൊ ഞാൻ നല്ല മുണ്ടൊക്കെ കൊടുത്ത് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ തണുത്ത് വിറച്ചിരിക്കുന്ന സ്ഥലം. മുണ്ടില്ലാണ്ടൊരു ജീവിതമില്ല. ചില മലയാളി ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ രാവിലെ എണീറ്റ ഉടനെ കുളിക്കണം. കാലത്ത് തന്നെ എണീറ്റ് സ്വിറ്റ്സർലൻഡ് കുളിക്കുക എന്നുള്ളതേ മഞ്ഞില്. ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന മലയാളം ആക്ടർ ഭയങ്കര ക്രഷാണ്. കല്യാണം കഴിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ടോ? ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ആരോടെങ്കിലും ഒരു ഓവർനൈറ്റ് ഫെയിൽ ലവ് ഉണ്ടായിട്ടുണ്ടോ? ഫസ്റ്റ് ഒരാളെ മീറ്റ് ചെയ്തു, മറ്റേ ബൾബരിയ കാറ്റ് സ്ലോ മോഷനിൽ കൂടെ നടന്നു പോവാ. ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിരുന്ന അമ്മ തമിഴ് പറയുമ്പോ മക്കളെ രണ്ടുപേരോട് ഇരുന്ന് കളിയാക്കും. അയ്യോ, അതെന്താണ് അങ്ങനെ പറയുന്നത്? അതെ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ചെന്നൈ തമിഴിലെടുത്തങ്ങ് കടുവറ. ചെന്നൈ തമിഴ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. ഊട്ടാണ്ടോ കുന്തിക്ക് നിൽക്കാ. മാളവിക ജയറാം, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഫൈനലി അതെ. ആക്ച്വലി എന്താ പറയാ, മാളവികയുടെ 2 മലയാളം ഇന്റർവ്യൂസും ബിഹൈൻഡ് സൈസിന് തന്നെയാണെന്നുള്ളത് ഞങ്ങൾ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇത് മാളവിക തിരിച്ചറിഞ്ഞായിരുന്നോ? എപ്പോഴെങ്കിലും? പക്ഷെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കും. ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി ചക്കി കാണുമ്പോഴത്തേക്കും ചക്കിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് ആണെങ്കിലും ഇന്റർവ്യൂസിലൊക്കെ താഴെ ഞാൻ കോമൺ ആയിട്ട് കാണുന്ന ഒരു കമന്റ് പറയട്ടെ. അതായത് ഇവര് രണ്ടും ഒരാൾ തന്നെയാന്ന് തോന്നുന്നത്. മുടി മാറ്റി കാളിദാസ് ഷേവ് ചെയ്തതാ, മുടി വെച്ചതാന്നല്ലേ? അത് തന്നെ, കാളിദാസ് മുടി വെച്ചതാണ് ചക്കി എന്ന്. ഇത് കാണാറുണ്ടല്ലേ നിങ്ങൾ രണ്ടുപേരും? അപ്പൊ നിങ്ങൾ പരസ്പരം സിബ്ലിങ്സ് തമ്മിൽ എന്തെങ്കിലും ഡയലോഗ് അടിക്കാറുണ്ടോ ഇത് കാണുമ്പോഴത്തേക്കും? ഇത് ഫസ്റ്റ് ഇത് എപ്പോഴറിയാം ഞങ്ങൾക്ക് തന്നെ അത് ക്ലിക്കായത്. കണ്ണന്റെ പൂമരൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ അപ്പോഴായിരുന്നു ഫുൾ ഷോർട്ട് ഹെയർ ആയിരുന്നു, എനിക്ക് ബോയ് കട്ട് ആയിരുന്നു. അപ്പൊ ഞാൻ ബോയ് കട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്നപ്പോ കണ്ണനെ ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ചു വരായിരുന്നു. ഇതെന്ത് ഞാൻ ഷേവ് ചെയ്ത പോലെ ഉണ്ടല്ലോ എന്ന് കണ്ണൻ തന്നെ ചോദിച്ചു. സോ അപ്പോഴാണ് ലൈക്ക് ആക്ച്വൽ റിയലൈസേഷൻ വന്നത്. അത് ഞാൻ എന്നും അമ്മയോടും പറയായിരുന്നു, നിങ്ങൾ 3 പേരും കണ്ടു കഴിഞ്ഞാല് സിബ്ലിങ്സ് പോലെ ഇരിക്കുന്ന 3 ആൾക്കാരും. അത് സത്യമായിട്ടോ? നിങ്ങളിത് പറയാറുണ്ടോ? ഇല്ല, കണ്ണനും ഞാനും തമ്മിലുള്ള റിസംബ്ലൻസ് ഉണ്ട്. പിന്നെ ഞാനും അപ്പാവും തമ്മിലുള്ള റിസംബ്ലൻസ് കുറെ പേര് പറയാറുണ്ട്. കണ്ണനും അമ്മയും തമ്മിലുള്ള ക്യാരക്ടർ റിസംബ്ലൻസ്. അമ്മ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, അതായത് ചക്കിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൊത്തം അവിടെ പറഞ്ഞു തീർത്തിട്ടേ ചക്കി അങ്ങ് എഴുന്നേറ്റ് പോകത്തുള്ളൂ. അങ്ങനെയാണോ? ബാക്കി എല്ലാരും മിണ്ടാതെ കേട്ടോളൂ. ഞാൻ ഗ്യാപ്പ് കൊടുക്കാറില്ല, കേൾക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോയേക്കും അവിടുന്ന്. ഐ മേക്ക് ഡ്രമാറ്റിക് എക്സിറ്റ്. അങ്ങനെ എന്തെങ്കിലും ചെയ്ത അവസാനം അമ്മ വഴക്കിട്ട് മിണ്ടാതിരുന്ന ദിവസങ്ങളുണ്ടോ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിക്കപ്പോഴും പഠിക്കാത്ത കാര്യത്തിനാണ് അടിയാവുന്നത് ഞങ്ങൾ തമ്മിൽ. അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഞങ്ങള്. ഭയങ്കര ഞങ്ങള് രണ്ടുപേരും അൺസെപ്പറബിൾ ആണ്, അതായത് ഇൻസെപ്പറബിൾ ആണ്. പക്ഷെ പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രം അമ്മ ടീച്ചറിന്റെ മോളാണ്, അപ്പൊ ഫസ്റ്റ് ബെഞ്ചറാണ്, ഞാൻ ബാക്ക് ബെഞ്ചർ. അതെ, നമ്മൾ ആരുടെ മോളായിട്ട് വരും? ഞാൻ ആ കാര്യത്തിൽ എന്റെ അച്ഛന്റെ മോളായിട്ട് വരും. ഇന്ന് ഞാൻ അറിഞ്ഞ ഒരു ഭയങ്കര രസമുള്ള ഒരു കഥയുണ്ട്. അതായത് ചക്കിയെ ഡേറ്റിന് വിടുന്നത് പോലും അമ്മ ഏത് ഡ്രസ്സ് വരെ ചൂസ് ചെയ്ത് തന്നിട്ട് അമ്മ കാറിൽ കയറ്റി വിടും. പക്ഷെ ഡ്രൈവറോട് പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും, ഇന്ന കഫേയിലേക്കേ കൊണ്ടുപോകാവുള്ളൂ, അവിടെ നിന്ന് എങ്ങോട്ടും പുറത്തേക്ക് വിടരുത്. ഇതിൽ നിന്ന് പറ്റിച്ചിട്ട് അമ്മയെ പറ്റിച്ചിട്ട് വേറെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ ഉണ്ടല്ലേ? പാവം അമ്മ വല്ല അറിയുന്നുണ്ടോ? ഇവിടെ അറിയട്ടെ, കുഴപ്പമില്ല. ഇല്ല, ഞാൻ കോളേജ് ടൈമിലല്ലേ അങ്ങനെ ഡേറ്റിനായിട്ടല്ല, പക്ഷെ ഞാൻ പഠിച്ചത് ഗേൾസ് കോളേജിലാണ്. എന്റെ കഷ്ടകാലത്തിന് ഞാൻ പോയി ചേർന്ന ഗേൾസ് കോളേജിലാണ്. പോയതല്ലേ? വീട്ടുകാർ കൊണ്ടാക്കിയതൊന്നും അല്ലല്ലോ? അല്ല, ഞാൻ ചെന്നൈയിലെ ഏറ്റവും നല്ല കോളേജ് സ്റ്റെല്ല മാരിസ് അതായിരുന്നു. അപ്പൊ എനിക്ക് എടുക്കാൻ വേണ്ടിട്ടിരുന്ന കോഴ്സിൽ ഏറ്റവും നല്ല കോളേജ് അതായിരുന്നു. അങ്ങനെയൊന്നും പറയരുത്. മെഡ്രാസ് ക്രിസ്ത്യൻ കോളേജ് പഠിച്ച എന്നോട് ചെന്നൈയിലെ ഏറ്റവും നല്ല കോളേജ് സ്റ്റെല്ല മാരിസ്. സ്റ്റെല്ല മാരിസ് തന്നെ. അത് പിന്നെ നമുക്ക് ബാധിച്ച് നമുക്ക് ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ലോയളാന്ന് പറഞ്ഞേനെ, അത് വേറെ കഥ. അതിനെപ്പറ്റി പറയണ്ട, നിറയെ ലോയല ഹേറ്റേഴ്സ് ഉണ്ടാവും ഇപ്പൊ അതിനെപ്പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞു.
അപ്പൊ നമുക്ക് കമ്പനി എന്ന് പറയുന്നത് ലോയല ബോയ്സ് ആണ്. സ്റ്റെല്ല ഗേൾസിന് ലോയല ബോയ്സ് എല്ലാവർക്കും ചെന്നൈയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കോളേജിൽ ഒരു ബാക്ക് ഗേറ്റ് ഉണ്ട്, അതുവഴി 2-3 പ്രാവശ്യമൊക്കെ ചാടിപ്പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, ശരി, വളരെ ചെറിയ ചെറിയ ചാട്ടങ്ങൾ. അങ്ങനെ ചാടിപ്പോയി. പിന്നെ ഒരു ഡ്രൈവിനൊക്കെ പോകും, നമ്മുടെ മെറീന സ്ട്രെച്ചില് ഡ്രൈവിന് പോകും. ഇതൊക്കെയാണ് പറയാണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ കോളേജ് നന്നായിരുന്നമ്മ, നന്നായിരുന്നു, ഇന്ന് എല്ലാ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്തു. ഒരു സിനിമ താരമാകണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് അച്ഛന്റെയോ അമ്മയുടെയോ ഏതെങ്കിലും സിനിമകൾ കണ്ട് ഇതുപോലെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അമ്മയുടെ സിനിമകൾ കണ്ടിട്ടില്ല എന്നുള്ളത് കുറെ പേർക്ക് അറിയാം. അതെ, ഇത് എല്ലാ ഇന്റർവ്യൂവിലും മാളവിക പറയും. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കും ഓക്കെ രണ്ട് സിനിമയെങ്കിലും ഇപ്പൊ കണ്ടിട്ടുണ്ടാകും. കൂടുതലും ഞാൻ അമ്മയെ ആസ് എ ഡാൻസർ ആണ് ഞാൻ അഡ്മയർ ചെയ്തിരിക്കുന്നത്. അമ്മയുടെ മിക്കവാറും എല്ലാ ഡാൻസ് പ്രോഗ്രാംസിന്റെയും ബാക്ക് സ്റ്റേജിൽ ഞാൻ ഉണ്ടാവാറുണ്ട്. സോ അമ്മയെ ആസ് എ ആക്ട്രസിന് എനിക്കിങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല ആസ് ഇൻ ഇറ്റ് വാസ് വേ ബിഫോർ ഐ വാസ് ബോൺ. പിന്നെ ഞാൻ അങ്ങനെ സിനിമകൾ, എനിക്ക് ചെറുപ്പം മുതലേ അമ്മയുടെ സിനിമകൾ കണ്ട് ഞാൻ എന്തോ കരയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു എനിക്ക്. പ്രശ്നമുണ്ടോ? ചെറുപ്പത്തില് കുഞ്ഞിലെ 2-3 വയസ്സുള്ളപ്പോ. പിന്നെ അത് അങ്ങനെ ക്യാരി ഓൺ ആയി. പിന്നെ അമ്മയുടെ പടങ്ങൾ അങ്ങനെ കാണാൻ ഇരുന്നിട്ടില്ല. പിന്നെ അപ്പടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കണ്ണന്റെയും ആണ്. അപ്പടെ ഏറ്റവും ഫേവറേറ്റ് മൂവി ഏതാ? അപ്പാടെ ഒരുപാടുണ്ട്. അങ്ങനെ അപ്പാടെ കമേഴ്ഷ്യൽ മൂവീസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതല്ലാണ്ട് ഉള്ള വെരി തിയേറ്ററിക്കൽ പെർഫോമൻസസ് എന്ന് പറയുന്ന നടൻ എന്നുള്ള മൂവി ഭയങ്കര ഇഷ്ടം. വരണി ആവശ്യമുണ്ടോ എന്ന് പറയുന്ന സിനിമയിൽ ആദ്യമായിട്ട് കല്യാണി അല്ലായിരുന്നു, ചക്കിക്കായിരുന്നു ആ റോള് വന്നത്. പിന്നീട് അത് കല്യാണിയിലേക്ക് എത്തിയതാണെന്ന് ഞാൻ കേട്ടു. അത് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടാണോ, എന്താ പറ്റിയത്? ആക്ച്വലി ഞാൻ അത് വന്നത് 2019 ടൈമിലായിരുന്നു. അപ്പൊ ഞാൻ മുംബൈയിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ സ്പോർട്സ് ഫീൽഡിൽ ഞാൻ ഇങ്ങനെ പെർസ്യൂ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അനൂപേട്ടനാണ് ഇങ്ങനെ ചോദിച്ചത്. അനൂപേട്ടൻ അപ്പം മുംബൈയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു കഫേയിൽ മീറ്റ് ചെയ്തു, ഇങ്ങനെ സ്റ്റോറിയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇത് പെട്ടെന്നായിരുന്നു ഞാൻ വന്ന്, ചക്കി ഒരു സിനിമ ചെയ്യുന്നോ, ഇങ്ങനെ ഇതാണ് സബ്ജക്റ്റ്, ദുൽഖറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ഹീൽ ബി യുവർ കോ ആക്ടർ, പിന്നെ ശോഭന ആന്റി ഉണ്ടെന്ന് പറഞ്ഞു. വെരി ഫ്ലാറ്ററിങ്. അപ്പൊ പക്ഷെ ഇത് പെട്ടെന്നായോണ്ട് അയ്യോ ചേട്ടാ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെന്റലി പ്രിപ്പയർഡ് അല്ല, ഞാൻ അങ്ങനെ ഐ ഹാവൻറ്റ് ഇവൻ ഗിവൺ ഇറ്റ് എ തോട്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈമില് വേണ്ട, അടുത്ത ഫിലിം ആക്കാൻ ചേട്ടാന്ന് അങ്ങനെ പറഞ്ഞു. അല്ലാണ്ട് ഞാൻ ടേൺ ഡൗൺ ചെയ്തതല്ല സബ്ജക്ട്, പക്ഷെ അതൊരു പെട്ടെന്നൊരു ഷോക്കായിട്ട് എനിക്ക് വന്നോണ്ട് എനിക്ക് അങ്ങ് ഓക്കെ പറയണോ, എനിക്ക് യെസ് ഓർ നോ പറയണോന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അല്ല, അത് കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ എനിക്ക് ചെയ്യായിരുന്നു എന്ന് എപ്പോഴും നോ റിഗ്രറ്റ്സ്, ബിക്കോസ് കല്യാണി ഈസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. അത് ഒബ്വിയസ്ലി. എന്നാലും നമ്മുടെ കയ്യിൽ വന്നതല്ലേ എന്നോർത്തൊരു അങ്ങനെ ഒരു റിഗ്രറ്റ് ഇല്ല. കാരണം ഐ ട്രൂലി ബിലീവ് നടക്കേണ്ട തിങ്സ് നടക്കേണ്ട ടൈമിൽ നടക്കും എന്നുള്ള അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. സോ ഐ ജസ്റ്റ് സീ ദാറ്റ് വാസ് നോട്ട് മൈ ടൈം. അതിന്റെ ഭാഗമായിട്ടാണ് ചക്കി ഒരു മ്യൂസിക്കൽ വീഡിയോ ചെയ്തത്, കറക്റ്റ് ആണോ? മായം സേതേ പോവേ. ഇതും ഒരു സർപ്രൈസ് ആയിട്ട് വന്നതാട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് ഞാൻ ചോദിച്ചതല്ല. ഇവിടുത്തെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ, നമ്മുടെ സ്റ്റുഡിയോ മോക്കാണ് അത് ചെയ്തത്. സോ സ്റ്റുഡിയോ മോക്കയിലെ ഒരു വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ഷീ അപ്രോച്ച്ഡ് മീ. ഞങ്ങൾക്ക് ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് ചെന്നൈയിൽ, അതൊരു വലിയൊരു പ്ലസ് പോയിന്റ്. ഇങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും. സോ എനിക്ക് അങ്ങനെ ഒരു കോമൺ ഫ്രണ്ട് വഴി എനിക്കൊരു ടെക്സ്റ്റ് വന്നു. സോ വി ആർ ദ മേക്കേഴ്സ് ഓഫ് എൻജോയ് എൻജാമി. ഇങ്ങനെ ഞങ്ങൾ വേറെ ഒരുപാട് ഇപ്പോഴത്തെ കറണ്ട് എല്ലാ ട്രെൻഡിങ് സോങ്സിന്റെ ഒക്കെ മ്യൂസിക് വീഡിയോയുടെ ഒക്കെ മേക്കേഴ്സ് ഞങ്ങളാണ്. സോ യു സീം ലൈക്ക് എ വെരി ആപ്റ്റ് പേഴ്സണാലിറ്റി, ഒരു ഫേസ് ഉണ്ട്, വെരി റിലേറ്റബിൾ ഫേസ് ഞങ്ങളുടെ അടുത്ത ഒരു സോങ്ങിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് എല്ലാം കൂടെ അങ്ങ് പെട്ടെന്ന് ഞാൻ ഓക്കെ, കാരണം ഓൾറെഡി ഞാൻ ഒരു വർക്ക്ഷോപ്പിനൊക്കെ പോയി കുറച്ചും കൂടെ ഒരു ഗ്രൂവിലായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ആൻഡ് ഇറ്റ് വാസ് വെരി ഈസി ടു do it also. ഒരു ഇന്റിമേറ്റ് ക്രൂ ആയിരുന്നു. മായം സേതേ പോവേ യൂട്യൂബിലുണ്ട്. അതിന്റെ തീം എന്താണെന്നൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും യൂട്യൂബിൽ വീഡിയോ എടുത്ത് കണ്ടോളാം. തീമിനെ കുറിച്ച് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് അങ്ങനെ ആരോടെങ്കിലും ഒരു ഓവർനൈറ്റ് ഫെൽ ഇൻ ലവ് ഉണ്ടായിട്ടുണ്ടോ? ഓവർനൈറ്റ് ഇല്ല, പക്ഷേ യെസ് ഡെഫിനറ്റ്ലി കോളേജ് ടൈമിൽ കൾച്ചറൽസിൽ മീറ്റ് ചെയ്യുന്ന ഞങ്ങൾക്ക് ആകെ കൂടെ വൺസ് ഇൻ എ ഇയർ, പാവം ഞങ്ങൾ ഗേൾസ് കോളേജ്, ഞങ്ങൾക്ക് ബോയ്സ് വല്ലപ്പോഴും ആണ് വൺസ് ഇൻ എ ഇയർ ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഒരാളെ മീറ്റ് ചെയ്തു. ഇൻസ്റ്റന്റ്ലി ഭയങ്കരമായിട്ട് മറ്റേ ബൾബരിയ കാറ്റ് സ്ലോ മോഷനിൽ കൂടെ നടന്നു പോവുക അതൊക്കെ ഉണ്ടായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? കുറച്ചു നാള് ആ ചേട്ടന്റെ പുറയിലായിരുന്നു.
ചേട്ടൻ നൈസായിട്ട് ഒഴിവാക്കി എന്നാണ് പറയുന്നത് അതോ അല്ലല്ല അത് ഡൈ ഔട്ട് ആയതാ. ചക്കിയെ കുറിച്ച് കേട്ടേക്കുന്ന ഒരു ഗോസിപ്പ്, ഞാൻ കേട്ടേക്കുന്ന ഒരു ഗോസിപ്പ് ഞാൻ പറയാം, അത് സത്യമാണോ അതിനകത്ത് എന്താണ് കഥയുള്ളത് എന്ന് പറയണം. കുഴപ്പമില്ലല്ലോ, ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നതിന്. ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന മലയാളം ആക്ടർ ഭയങ്കര ക്രഷാണ്, കല്യാണം കഴിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ടോ? ആണ്. ഇങ്ങനെ ഒരു റൂമർ എന്തായിരിക്കും പുറത്ത് വന്ന് ഇങ്ങനെ വന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അറിയില്ലേ? പക്ഷെ ഞങ്ങൾക്ക് പക്ഷെ ലൈക്ക് ഐ വാണ്ടഡ് ടു ഡു എ ഫിലിം വിത്ത് അങ്ങനെയായിരുന്നു ഞാൻ. ദാറ്റ്സ് വാട്ട് ഐ ഹാഡ് ഇൻ മൈൻഡ്. പിന്നെ വേറൊരു കഥ കേട്ടെന്താ വെച്ച് കഴിഞ്ഞാല് അത് ജയറാമേട്ടൻ തന്നെ പറഞ്ഞതാ. അതായത് പുളുവായിരിക്കും, മൊത്തം പുളുവായിരിക്കും. എന്റെ അപ്പന്റെ വായന പുളുവാ. അതായത് എല്ലാവരോടും വീട്ടിലെല്ലാവരോടും ഒരു സർപ്രൈസ് പാർട്ടി പ്ലാൻ ചെയ്തു. ഐ മീൻ പാർട്ടി അല്ല, ഒരു സർപ്രൈസ് ട്രിപ്പ് പ്ലാൻ ചെയ്തു അപ്പയുടെ ബർത്ത്ഡേക്ക്. അങ്ങനെ കൊണ്ടുപോകുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രോഡാണ്, ഏതോ ഒരു ഭയങ്കര തണുപ്പുള്ള ഒരു കൺട്രിയിലേക്കാണ്. ഇതുള്ളതാണോ? എനിക്ക് ആ കഥ ഒന്ന് പറയാമോ? അതൊന്നുമില്ല. കണ്ണൻ അപ്പോഴായിരുന്നു മൂവീസ് ഒക്കെ ചെയ്ത് കണ്ണൻ ഏർണിംഗ് ഒരു മെമ്പർ ആയത് ഫാമിലിയില്. അപ്പൊ ഞങ്ങളുടെ ആരടുത്തും പറഞ്ഞില്ല. ഡിസംബർ കണ്ണൻ ഒരു 3-4 ഞങ്ങളിതൊരു 4 months ആയിട്ട് കണ്ണന്റെ മൈൻഡിലുണ്ട് ഇത് പ്ലാൻ ചെയ്യാൻ. ഒരു ഡിസംബർ ക്രിസ്മസ് വെക്കേഷന് കൊണ്ടുപോകാനായിരുന്നു. എന്നിട്ട് അവസാനം എയർപോർട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് അപ്പ അറിഞ്ഞത് സ്വിറ്റ്സർലാൻഡാന്നുള്ളത് അറിഞ്ഞത് ഫ്ലൈറ്റ് കയറിയപ്പോ. അല്ല, അതിൽ അപ്പ പറഞ്ഞ ഐറണി എന്താണെന്ന് അറിയോ? എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. അപ്പൊ ഞാൻ നല്ല മുണ്ടൊക്കെ കൊടുത്ത് എന്റെ യൂഷ്വൽ വേറെതാണല്ലോ, യൂഷ്വൽ അതൊക്കെ ഇട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ തണുത്ത് വിറച്ചിരിക്കുന്ന സ്ഥലവും നിങ്ങൾ ഇതുപോലെ നല്ല പണിയാണ് അപ്പയ്ക്ക് കൊടുത്തത് എന്നുള്ളതാണ്. ഇല്ല, അത് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പ എവിടെ ചെന്നാലും മുണ്ട് ഒരു സ്റ്റേപ്പിൾ ആണ്. ഇന്ത്യ വിട്ടാലും ഇന്ത്യക്കുള്ളിലാണെങ്കിലും മുണ്ടില്ലാണ്ട് ഒരു ജീവിതമില്ല. പിന്നെ അതേപോലെ ഈ ചില മലയാളി ക്വാളിറ്റീസ് ഉണ്ട് അപ്പാക്ക്. രാവിലെ എണീറ്റ ഉടനെ കുളിക്കണം. അങ്ങനെയുണ്ടോ? കുളിച്ച് കുറിയൊക്കെ തൊട്ടില്ലെങ്കിൽ ആൾക്കൊരു ഉഷാറുണ്ടാവില്ല. അപ്പോ കാലത്ത് തന്നെ എണീറ്റ് സ്വിറ്റ്സർലൻഡിൽ കുളിക്കുക എന്നുള്ളതേ മഞ്ഞില്, ഇതൊക്കെയായിരുന്നു അപ്പാക്ക് അവിടെ പറ്റിയ എന്താ ഐറണിയാണ് അവിടുത്തെ എക്സ്പീരിയൻസസ്. കണ്ണനും ചക്കിയും കൂടെ ഒപ്പിച്ച ഒരു ഒരു എന്താ പറയാ ഒരു നോട്ടി തിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അയ്യോ കണ്ടമാനം. ഞാൻ വിചാരിച്ചേ ഞങ്ങള് ഭയങ്കര കണ്ടമാനം. പണ്ട് ഈ കണ്ണന് വേറൊരു ടൈം പാസും കൂടെ ഉണ്ട്. ഈ പ്രോസ്തറ്റിക് മേക്കപ്പ് എന്നൊന്നും പറയാനില്ല. അതില് ചുമ്മാ വെറുതെ ഈ ചുമന്ന പെയിന്റ് ഒക്കെ വെച്ച് ഒന്നിൽ എന്നെ ഞാൻ വീഴുന്ന പോലെ വെന്ത പോലെയൊക്കെ ആക്കുക. എന്നിട്ട് ഞങ്ങള് ഫുൾ പ്രാങ്കി. ഞങ്ങൾ അയ്യോ ഞാൻ വീണേ അപ്പൊ എല്ലാരും ഓടിയടിച്ച് വരും ഒച്ച അതൊക്കെ കേട്ടിട്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക് പാമ്പ് വെക്കുക, അതൊക്കെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് വീഡിയോ ക്യാമറ എവിടെയെങ്കിലും സെറ്റ് ആക്കി വെക്കും. അപ്പൊ ഈ വീട്ടില് നമ്മുടെ ചേച്ചിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മയെ തന്നെ. പിന്നെ അമ്മ അങ്ങനെ അമ്മയ്ക്ക് അറിയാം ഞങ്ങൾ എന്താ ഒപ്പിക്കാൻ പോകുന്നുള്ള അമ്മയ്ക്ക് അറിയാം. അമ്മയെ പറ്റിക്കാൻ പറ്റില്ല. കണ്ണനും ചക്കിയും കൂടെ പരസ്പരവും ഇങ്ങനെ തന്നെയാന്ന് തോന്നുന്നല്ലേ? രണ്ടുപേരും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തഗ് മറുപടികൾ കൊടുക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് ഈ ഇൻസ്റ്റഗ്രാം കമന്റുകളിലൂടെ മനസ്സിലാവാറുണ്ട്, പോസ്റ്റുകളിലൂടെ മനസ്സിലാവാറുണ്ട്. സത്യത്തില് ചക്കിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്ത ഫോട്ടോസ് ഒക്കെ കണ്ണൻ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ വഴക്കുണ്ടായിട്ടുണ്ടോ? വഴക്കായിട്ടുണ്ടായിട്ടില്ല, കാരണം ഞാൻ തിരിച്ചു റിവെഞ്ച് ചെയ്യും. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് തിരിച്ചു കൊടുക്കേണ്ട റിപ്ലൈ. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. ആ ഫോട്ടോസിന്റെ മെമ്മറീസ് പറയാവോ? ഇല്ല ഒന്നുമില്ല. അതായത് ആദ്യത്തെ ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. This is my puppy. ആണ്. ഇവൻ ആക്ച്വലി ഇവന്റെ സൈസേ ഉള്ളൂ കേട്ടോ. ഇവൻ ആണോ? സ്കൂബിഡു. അവന് രാത്രി കറണ്ട് പോയവരെ പേടിയാ. അവന് വെറുതെ 3.5 അടി 4 അടി പൊക്കന്നേ ഉള്ളൂ. അപ്പൊ വെറ്റിനറിന്റെ അവിടെ കൊണ്ടുപോയപ്പോ അവന്റെ മേത്ത് ചാടി കയറിയതാണ്. അടുത്തത് ഈ ഫോട്ടോ. ഇത് ഞാനും അമ്മയും കൂടെ ജസ്റ്റ് വെറുതെ വീട്ടിൽ നിന്നപ്പോ എടുത്തത്. കണ്ണൻ ക്ലിക്ക് ചെയ്തതാണ്. ഈ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞിട്ട് അമ്മ ചോദിച്ചില്ലേ എന്റെ ഈ ഒരു ഇതൊക്കെ എടുത്ത് ഇടണമായിരുന്നോ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ പ്രോബ്ലം ഇല്ല. ഐ മീൻ ഷീസ് വെരി കംഫർട്ടബിൾ ഇൻ ഹെർ ഓൺ. അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ബട്ട് ദിസ് പിക്ചർ വാസ് വെരി ദിസ് ഇസ് സോ അസ്. ഞങ്ങൾ ഒരു ഫോട്ടോന് പോസ് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ ചിലപ്പോ ഇങ്ങനെയാ നിൽക്കുക. അടുത്ത ഫോട്ടോ. എനിക്ക് ആനപ്രാന്തുണ്ട്.
അതാണ് സാധാരണ നമുക്ക് പട്ടിപ്രാന്തുണ്ട്, പൂച്ചപ്രാന്തുണ്ട്, ചിലപ്പോൾ കുറച്ച് ബേർഡ്സ് പ്രാന്തുണ്ട്. എനിക്ക് എല്ലാവിധ പ്രാന്തുണ്ട്. ആനക്കഥയാണല്ലോ ഇത്. ഞാനിങ്ങനെ ഒരുപാട് നാട്ടിൽ വന്നപ്പോ ഞാൻ ഈ നാട്ടിലിറങ്ങിയ ഉടനെ ഉള്ള ഈ ആക്ച്വലി ഞാൻ ചെറിയ പിള്ളേരുടെ പോലെ ഇങ്ങനെ ഞാൻ വാശി പിടിക്കും. ആനയെ കാണിക്കാൻ കൊണ്ടു, ആനയെ കാണിക്കാൻ കൊണ്ടു. ഇത് തന്നെ ഞാൻ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. അത് വല്ലതും തൃശ്ശൂർ സൈഡ് വല്ലതും പോയി കഴിഞ്ഞാൽ ഞാൻ വിടില്ല. പിന്നെ അപ്പാക്കും കൂടെ ഈ പ്രാന്ത് ഉള്ളതുകൊണ്ട് അപ്പ അത് നടത്തി തരും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഗുരുവായൂര് ആനയെ കെട്ടുന്ന സ്ഥലത്ത് പോയപ്പോ ഞാൻ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. ഇത് ഞങ്ങള് കൊറേ നാള് കഴിഞ്ഞിട്ട് അല്ല, ദിസ് വാസ് അവർ ലാസ്റ്റ് ട്രിപ്പ്, ഫാമിലി ട്രിപ്പ് വി ടുക്ക് ബിഫോർ ദ പാൻഡമിക്. ആണോ? ഞങ്ങള് ഹിമാചലില് ഒരു ട്രിപ്പിന് പോയി. കറക്റ്റ് ആയിട്ട് ഒരു 2019 ജാനുവരിയോ ഫെബ്രുവരിയില്. ഇത് കഴിഞ്ഞ് നേരെ വന്ന് ഞങ്ങള് ലോക്ക്ഡൌൺ ആയി. സോ ദാറ്റ് വാസ് ദ ലാസ്റ്റ് ഒരു വിന്റർ ട്രിപ്പ്. ഇനി ഞാൻ വളരെ ഡയർ ആയിട്ട് ആൻസർ ചെയ്യോ? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, മാളവിക സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? സിംഗിൾ. സിംഗിൾ ആണോ? നോട്ട് റെഡി ടു മിംഗിൾ ആണോ? അതോ ഇപ്പൊ മേ ബി ഐ ക്യാൻ സേ ദാറ്റ്. കാരണം ഐ വാണ്ട് ടു കോൺസെൻട്രേറ്റ് ഓൺ മൈ കരിയർ. ദാറ്റ് ഈസ് എ വെരി റെസ്പോൺസിബിൾ ആൻസർ ഫ്രം മൈ സൈഡ്. അതെ അതെ, സത്യം. അതെ, എനിക്ക് തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതോ വീട്ടുകാരെ കാണിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് ആണോ? അല്ല അല്ല ഇല്ല, അമ്മ തന്നെയല്ലേ എന്നെ ഡേറ്റിനൊക്കെ പറഞ്ഞു വിട്ടു. അത് ശരിയാ. പക്ഷെ അതിനകത്ത് 100 കണ്ടീഷൻസ് ക്ലോസസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ എന്ത് അപ്പോഴേ ഹോപ്പ്ഫുള്ളി ഇപ്പൊ അത് മാറിയിട്ടുണ്ടാവും തോന്നുന്നു. ആണല്ലേ? അത് ഈ അടുത്തൊന്നും ഒരു ഡേറ്റിന് പോകാനുള്ള ഒരു കാര്യം അമ്മയെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണോ, ചെയ്തിട്ടില്ല എന്നുള്ളതാണോ? ഇല്ല, ഞാൻ എന്തായാലും ഞാൻ പറയും, ഞാൻ അറിയിക്കാറുണ്ട്. അതുപോലെ സാധാരണ നമ്മൾ ഒരു ടിപ്പിക്കൽ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ഒരു 25 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബന്ധുക്കളും ആൾക്കാരും ഒക്കെ കൂടെ ഒരു ക്വസ്റ്റ്യൻ തുടങ്ങും. ആ മുഖം കണ്ടിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ബന്ധുക്കാർ എപ്പോഴും ചോദിക്കും, അതവര് മുടങ്ങാണ്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഏത് ഫാമിലി ഫംഗ്ഷന് പോയാലും മുടങ്ങാണ്ട് ചോദിക്കും ആ ചോദ്യം. പിന്നെ വീട്ടില് ആ കൂടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പേര് ചോദിക്കുന്നില്ല, അച്ഛനും അമ്മയും ചോദിക്കുന്നില്ല. അപ്പൊ ചോദ്യം നമ്മൾ കേട്ടതുമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന എല്ലാ ഒരു 25-26 ഇയർ ആയിട്ടുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു കോഡ്. നമ്മള് അതെ അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും എന്താന്നത് നമ്മൾ പറയേണ്ടത്. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ റിലേറ്റീവ്സിനോട് എന്തെങ്കിലും മറുപടി കൊടുക്കാറുണ്ടോ? ഓക്കെ കാണാം. കാരണം നമ്മള് ഈ മീമില് കാണുന്ന പോലെയൊക്കെ എന്തെങ്കിലും തിരിച്ചെടുത്ത് അടിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കുടുംബത്തെല്ലാം വല്ലതും റിയലിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ. ഈ മലയാളം അമ്മ പറഞ്ഞ കാര്യമാണ്. അമ്മ തമിഴ് പറയുമ്പോഴത്തേക്ക്, ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിരുന്ന അമ്മ തമിഴ് പറയുമ്പോ മക്കളെ 2 പേരോട് ഇരുന്ന് കളിയാക്കും, അമ്മ തമിഴ് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അയ്യോ, അതെന്താണ് അങ്ങനെ പറയുന്നത്? അമ്മ ഒന്ന് കോൺവെർസേഷൻ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ചെന്നൈ തമിഴ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ചെന്നൈ തമിഴിലെടുത്ത് അങ്ങ് കടുവറക്കും. ചെന്നൈ തമിഴ് വന്നു കഴിഞ്ഞാൽ, ചെന്നൈ തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കോ? പിന്നെ ആമ ഊട്ടാണ്ടോ കുന്തിക്കിന്നിരിക്കാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സ്ലാങ്. അത് സംസാരിക്കുമ്പോ ഫ്ലോയില് വരുന്നു. കണ്ണന്റെ കല്യാണത്തെ കുറിച്ച് എപ്പോഴെങ്കിലും വീട്ടില് സംസാരം ഉണ്ടായിട്ടുണ്ടോ? എന്റെ കല്യാണത്തിനെ കുറിച്ച് സംസാരം ഉണ്ടായിട്ടുണ്ട്. ആണോ? കാരണം ഒബ്വിയസ്ലി ഇങ്ങനെ ഫാമിലി എല്ലാരും ഇങ്ങനെ ചോദിക്കുമ്പോ വാട്ട് ഇസ് യുവർ സ്റ്റാൻഡ് എന്നുള്ള കോൺവെർസേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അതല്ലാണ്ട് കണ്ണന്റെ ഉണ്ടായിട്ടില്ല. കണ്ണന് എടാ നീ പ്രേമിക്കുന്ന പെങ്കൊച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞ എന്തെങ്കിലും കണ്ടീഷൻസ് ചക്കി കൊടുത്തിട്ടുണ്ടോ? ഇങ്ങോട്ടേക്ക് മെക്കിട്ട് കയറാൻ വന്ന് ഞാൻ ഞാൻ ട്രൂ കളർ കാണിച്ചു കൊടുക്കും. അല്ലാണ്ടുള്ള എന്താണെങ്കിലും ഓക്കെ, ഇങ്ങോട്ടേക്ക് കയറി കളിക്കാണ്ടിരുന്നാ മതി. അപ്പൊ കല്യാണം കഴിഞ്ഞ സിസ്റ്റർ ഇസ് ഓൾവേസ് സിസ്റ്റർ. ഓഹോ, ഇത്രയ്ക്ക് കമാൻഡ് ആക്കി കൊടുത്തിട്ടുണ്ടോ? അമ്മയാണോ ചക്കയാണോ കൂടുതലും ഫാഷൻ കോൺഷ്യസ് ആയിട്ടുള്ള ആള്? ഫാഷൻ കോൺഷ്യസ് ഞാനാ. ആണ്. അമ്മയ്ക്ക് എന്തെങ്കിലും അഡ്വൈസുകളോ അല്ലെങ്കിൽ സജഷൻസോ കൊടുക്കാറുണ്ടോ? എപ്പോഴും കൊടുക്കാറുണ്ട്. കാരണം സ്കിൻ കെയറിന്റെ കാര്യമൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സ്കിൻ കെയർ അല്ലെങ്കിൽ മേക്കപ്പ് എന്താണ് പുതിയതായിട്ട് എങ്ങനെ ഇട്ടാലോ എങ്ങനെ ഇരിക്കാൻ നല്ലതാണ്. കാരണം ഞാനും ഒരു 3 years ആയിട്ട് ഞാൻ ഇതിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. അതിന് മുമ്പ് വരെ ഞാൻ അങ്ങനെ മേക്കപ്പോ സ്കിൻ കെയർ അങ്ങനെ ഒരു എഫേർട്ടും ഇടാത്ത ഒരു ടൈപ്പായിരുന്നു ഞാൻ. പിന്നെ ഇപ്പോ UK ഒക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോ കുറച്ചും കൂടെ ഒരു ഫെമിനിൻ ആയിപ്പോയി. അതെ, സാധാരണ അങ്ങനെ നേരെ തിരിച്ചല്ലേ സംഭവിക്കുക? എനിക്കിങ്ങനെ ആയിപ്പോയി, ഉൾട്ടായിപ്പോയി. ആദ്യത്തെ ഒരു എൻട്രി എങ്ങനെ ആയിരിക്കണമെന്ന് എന്തെങ്കിലും ഡ്രീംസ് ഉണ്ടോ? എൻട്രീനെ പറ്റി അങ്ങനെ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. അങ്ങനെ ഒരു സർട്ടൻ സ്ക്രിപ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഡൗൺ ദ ലൈൻ ഒരു
നല്ലൊരു റൊമാൻറ്റിക് മൂവി ചെയ്താൽ കൊള്ളുന്നുണ്ട്. കാരണം എൻ്റെ ഫേവറേറ്റ് ജോണർ റൊമാൻസ് ആണ്. അപ്പൊ ഏതായാലും അങ്ങനെയുള്ള ആദ്യത്തെ എൻട്രി തന്നെ ഒരു റൊമാൻറ്റിക് മൂവിയിലൂടെ ആകട്ടെ. എന്തെങ്കിലും ഡിസ്കഷൻസ് നടക്കുന്നുണ്ടോ ആസ് ഓഫ് നൗ? അങ്ങനെ ഫോർമലായിട്ട് ഡിസ്കഷൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല, ബട്ട് ഐ എം ഓപ്പൺ ടു സ്ക്രിപ്റ്റ്സ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ വീണ്ടും മച്ച്. കാണാം. താങ്ക് യു. Aquastar Rainwater Pipes. മറ്റെല്ലാം ചുമ്മാ. ACCA CMA CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്.